السلام عليكم ورحمة الله وبركاته. فمرحبا بكم إلى فصل جديد للصف الحادي عشر. നമ്മൾ +1 അറബിക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് മക്കൾക്ക് സ്വാഗതം. നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആദ്യത്തെ 2 പാഠഭാഗങ്ങൾ ഈ ചാനലിൽ തന്നെ +1 അറബിക് ഗൈഡ് എന്ന് പറഞ്ഞ് പ്ലേ ലിസ്റ്റ് ഉണ്ട്. അതിൽ പോയാൽ മക്കൾക്ക് കിട്ടും. ആ ക്ലാസ്സുകൾ നന്നായി നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഇന്ന് നഹ്നു നദ്ഖുലു ഇല ദർസ് സാലിസ് ദർസ് അസാലിസ് മൂന്നാമത്തെ തേർഡ് ലെസണിലേക്ക് കിടക്കുകയാണ്. ഹുവ കൈരള ബിലാദു ഷവാറ്റ് വൽ ഗാബാത്ത്. കേരള ഈസ് അവർ സ്റ്റേറ്റ് അല്ലേ? കേരളം നമ്മുടെ സ്റ്റേറ്റ്. കേരള എന്താണ്? ബിലാദു ഷവാറ്റ്, സീ ഷോർസ്, ദ സ്റ്റേറ്റ് ഓഫ്, അല്ലെങ്കിൽ നമുക്ക് ബീച്ച് എന്ന് പറയാം അല്ലേ? കേരള ലാൻഡ് ഓഫ് ബീച്ച് ആൻഡ് ഫോറസ്റ്റ്. എന്താണ്? ബീച്ചുകളുടെയും ഫോറസ്റ്റുകളുടെയും നാട് കേരളം അല്ലേ? നഹ്നു മത കേരള വിലായത്തുൻ ഹിന്ദിയ. കേരളം ഒരു ഇന്ത്യൻ സ്റ്റേറ്റ് ആണ്. കേരള ഈസ് എ ഇന്ത്യൻ സ്റ്റേറ്റ്. തദുമ്മു, ഇറ്റ് ഇൻക്ലൂഡ്സ്, അത് ഉൾക്കൊള്ളുന്നു എന്ത്? മആലിമ തബീഇയ, മആലിം ലാൻഡ്മാർക്സ്, തബീഇയ നാച്ചുറൽ ലാൻഡ്മാർക്സ് ഉൾക്കൊള്ളുന്ന ഒരു സംസ്ഥാനമാണ്. ജമീല ഭംഗിയുള്ള. ഏതൊക്കെയാണ് ആ മആലിമ്? മിസ്ൽ അൽ അൻഹാർ, അൽ അൻഹാർ നെഹ്റുൻ ജംഅഹു, നെഹ്ർ മുഫ്രദ്, അൻഹാർ ജമഅ അല്ലേ? നദികൾ. വഷവാത്ത് അൽ ഹാദിയ, പീസ്ഫുൾ ബീച്ചസ് അല്ലെങ്കിൽ സീ ഷോസ്. വൽ ജിബാൽ അൽ ഖലറ, ജിബാൽ ജബലും ജമ്മു ജിബാൽ, മലനിരകൾ. അൽ ഖലറ പച്ചപ്പ് നിറഞ്ഞ മലനിരകൾ. വ മഹ്മിയാത്തുൽ ഹൈവാനാത്ത്, അതായത് വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങൾ കേട്ടോ. മഹ്മിയാത്തുൽ ഹൈവാനാത്ത്. വൽ അമാകിന തുറാസിയ, അതുപോലെ പൈതൃക നഗരങ്ങൾ അല്ലെങ്കിൽ പ്രദേശങ്ങൾ. വ മുസ്തഷ്ഫയാത്തുൽ ആയുർവേദ, ആയുർവേദ ആശുപത്രികൾ ഒക്കെയാണ് ലാൻഡ്മാർക്സുകൾ. യസൂറുഹ, ഇറ്റ് വിസിറ്റ്സ്, അത് സന്ദർശിക്കുന്നത്. അദദുൻ കബീറും മിന സുയാഹ്, ധാരാളം. അദദ് എന്ന് പറഞ്ഞാൽ ആളുകൾ, എണ്ണം. കബീർ വലിയ എണ്ണം ആളുകൾ. മിന സുയാഹ് സായിഹ്, ടൂറിസ്റ്റ്. മിൻ ദാഖിലിൽ ബിലാദ്, നാടിൻ്റെ ഉള്ളിലും അകത്തു നിന്നും. വഖാരിജിഹ, പുറത്തു നിന്നുമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഈ കേരളം സന്ദർശിക്കുന്ന. അതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കാം നമുക്കിതാ. കേരള is an Indian state that includes beautiful natural landmarks such as rivers and calm beaches, green mountains, wildlife sanctuary, അതാണ് മഹ്മിയാത്തുൽ ഹൈവാനാത്ത്, heritage places, Ayurveda hospital and others. A large number of tourists from inside and outside the country visit it. Okay. അടുത്ത്, കേരള മഷ്ഹൂറത്തും ബി മനാലിറിഹ തബീഇയ്യ. കേരളം അതിൻ്റെ മനോഹരമായ കാഴ്ചകൾ കൊണ്ട് പ്രസിദ്ധമാണ്. അത്തബീഇയ്യ നാച്ചുറൽ, എന്താണ്? മനാദിർ കാഴ്ചകൾ. അറായിയ മനോഹരമായ. മിസ്ലൽ ബുഹൈറാത്തുൽ ഹാദിയ, എന്താണ്? കായലുകൾ. വൽ ഗാബാത്തുൽ കസീഫ, തിങ്ങി നിറഞ്ഞ കാടുകൾ. വഹുനാക്ക മഹത്താത്തുൻ ജബലിയ, അതുപോലെ എന്താണ്? മറ്റേ ഹിൽ സ്റ്റേഷൻസ് ഉണ്ട്. മഹത്താത്ത് എന്ന് പറഞ്ഞ സ്റ്റേഷനുകൾ. കസീറ ധാരാളം. ലം യസുർഹൽ കസീറു മിനന്നാസ് ബഅദു, മുമ്പ് ആളുകളൊന്നും, അധികം ആളുകളൊന്നും സന്ദർശിച്ചിട്ടില്ല. തഖൗ ഹാദിഹിൽ മഹത്താത്ത്, ഈ സ്റ്റേഷൻസ് സ്ഥിതി ചെയ്യുന്നു. ഫി സിൽസിലത്തി ജിബാലിൽ ഘാട്സ് അൽ ഗർബിയ, വെസ്റ്റേൺ ഘാട്സിലുള്ള എന്താണ്? ഹിൽ സ്റ്റേഷൻസ് ആണ്. വഹി അമാക്കിനു മുനാസിബ, അത് യോജിച്ച പ്രദേശത്ത്, സ്യൂട്ടബിൾ പ്ലേസസ് ആണ്. ലിമൻ യബ്ഹസ്, അന്വേഷിക്കുന്ന ആൾ. അൽ ഹുദു അനിൽ ഹുദു, എന്ത്? പീസ്. വൽ ഇസ്തിർഖാ, എന്താണ്? റിലാക്സേഷൻ, അതായത് ഒരു എന്താണ്? ഒരു ആശ്വാസം കണ്ടെത്താൻ. ഫിത്വബിയ, പ്രകൃതിയിൽ ആശ്വാസവും റിലാക്സേഷൻ കണ്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ പ്രദേശമാണിത് എന്നാണ് അല്ലേ? നോക്കൂ, കേരള ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് വണ്ടർഫുൾ നാച്ചുറൽ സീനറി ലൈക്ക് കാം ലേക്സ് ആൻഡ് ഡെൻസ് ഫോറസ്റ്റ്. There are many hill stations that people have not yet visited. These stations are located in Western Ghats mountain range, and they are suitable places for those looking for peace and relaxation in nature.
وهناك بعض الأسئلة ماذا ما هي الوجهات السياسية المشهورة في കേരള കേരളത്തിലെ പ്രമുഖ എന്താണ് ടൂറിസ്റ്റ് പ്ലേസുകൾ ഏതൊക്കെയാണ് നമുക്ക് പാഠപുസ്തകം തന്നെ ഉത്തരം എഴുതുകയാണെങ്കിൽ അൽ അൻഹാർ വഷവാത്തികൾ ഹാദിയ വൽ ജിബാൽ ഖദറ വ മഹ്മിയാത്തുൽ ഹൈവാനാത്ത് വൽ അമാകിന തുറാസിയ മുസ്തഷ്ഫയാത്തുൽ ആയുർവേദ വഗൈറുഹ എന്നൊക്കെ പറയാം. ഇനി അത് സ്പെസിഫിക് ആയി പറയുകയാണെങ്കിൽ നെഹ്റു പെരിയാർ എന്താണ്, അതുപോലെ എന്താണ് മൂന്നാർ, അതുപോലെ ബുഹൈറാത്തു ആലപ്പുഴ, ആലപ്പുഴ ബീച്ച് എന്താണിത് വഷാത്യു ആലപ്പുഴ, വഷാത്യു ഏതാ കാലിക്കറ്റ് ബീച്ച്, അങ്ങനെ കുറേ സ്ഥലങ്ങളുടെ പേര് പറയാം കേട്ടോ. അത് നിങ്ങൾക്ക് ഇത് തന്നെ എഴുതാവുന്നതാണ്. അടുത്ത് മാഹുവ ഷിയാർ റസ്മി അസിയാഹി ലി വിലായത്ത് കേരള കേരളത്തിൻ്റെ ടൂറിസ്റ്റ് എന്താണ് അല്ലെങ്കിൽ എന്താ പറയുക സ്ലോഗൻ, കേരളത്തെക്കുറിച്ച് പറയാറുള്ള ഒരു വാക്കുണ്ടല്ലോ സ്ലോഗൻ, എന്താണ് കേരളത്തെക്കുറിച്ച് പറയുന്നത്? ഹുവ ബലദുള്ള എന്നാണ്. എങ്ങനെ പറയാം? ബലദുള്ള. അതാ കേരള ബലദുള്ള, കേരള ബലദുള്ള, കേരളം ദ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയില്ല, അതാണ്. അൽ ഖുംതും ബി സിയാറത്തി മൂന്നാർ, നിങ്ങൾ മൂന്നാർ പോയിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ നാം എന്ന് പറയാം, ലായ് എന്നും പറയാം അല്ലേ മക്കളെ? ഓക്കെ, നമുക്ക് ഇനി അടുത്ത പേരിലേക്ക് പോകാം. തുഅദ്ദു മൂന്നാർ, ഇനി മൂന്നാറിനെ കുറിച്ചാണ് പറയുന്നത്. തുഅദ്ദു മൂന്നാർ മിൻ അജ്മലുൽ മനാത്തിഖൽ ജബലിയ ഫി വിലായത്ത് കേരള കേരളത്തിലെ മനോഹരമായ അൽ മനാത്തിഖുൽ ജബലിയ, ദ ഹിൽ സ്റ്റേഷൻ, ഹിൽ പ്ലേസിൽ ഒന്ന്, മനോഹരമായ ഹിൽ പ്ലേസുകളിൽ ഒന്നാണ് മൂന്നാർ. തഷ്തഹിറു ബി മനാദിർ തബിയാത്തിഹ, അവിടുത്തെ എന്താണ് പ്രകൃതിയുടെ കാഴ്ചകൾ, റായ മനോഹരമായ കാഴ്ചകൾ കൊണ്ട് ഇറ്റ്സ് ഫേമസ്. ഫിഹ മസാരി ഷായ്, അവിടെ ചായത്തോട്ടങ്ങൾ, അൽ ഖദറ പച്ച നിറഞ്ഞ ചായത്തോട്ടങ്ങൾ, വത്തിലാൽ വത്തിലാൽ പറഞ്ഞാൽ താഴ്വരകൾ, വൽ ജിബാൽ മലനിരകൾ, വഷല്ലാലാത്ത് വെള്ളച്ചാട്ടങ്ങൾ, ജബീല മനോഹരമായ, കമായ തമയ്യസ് ഇറ്റ്സ് വെറൈസ് അല്ലെങ്കിൽ അത് വ്യതിരിക്തമാണ്, കമായ തമയ്യസ് തൊക്കസ് മൂന്നാർ മൂന്നാറിലെ ക്ലൈമറ്റ് വെറൈറ്റിയാണ്, ബിൽ ബുറൂദ തണുപ്പ് കൊണ്ട്, അൽ ഖാരിസ നല്ല കൊടും തണുപ്പ്, അതുപോലെ വൽ ഹവാ ഇന്നഖിയ എന്താണ് നല്ല ശുദ്ധമായ വായുവും, ഹദീഖത്തു ഇരഫികുളം അൽ വത്തനിയ ഇരവികുളം നാഷണൽ പാർക്ക്, മഹ്മിയ അതൊരു എന്താണ് സാങ്ച്വറിയാണ്, ലിൽ മാഇസിൽ ജബലി എന്താണ് വരയാടുകൾക്ക്, അൽ മുഹദ്ദദ് ബിൽ മുഹദ്ദദ് ബിൽ ഇൻഖിറാദ് എന്ന് പറഞ്ഞാൽ അത് അതായത് മറ്റേ വംശനാശ ഭീഷണി നേരിടുന്ന എന്നാണ്, അൽ മുഹദ്ദദ് ബിൽ ഇൻഖിറാദ്, ഈ വരയാടുകൾ വംശനാശ ഭീഷണി നേരിടുന്ന ഇനങ്ങളിൽപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ നോക്കൂ അതിൻ്റെ എങ്ങനെ പറയാം. മൂന്നാർ ഈസ് കൺസിഡർ വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൗണ്ടൻ റീജിയൻ ഇൻ ദി സ്റ്റേറ്റ് ഓഫ് കേരള. ഉണ്ടോ നോക്കുക. ദ വെദർ ഇൻ മൂന്നാർ ഈസ് ഓൾസോ ക്യാരക്ടറൈസ്ഡ് ബൈ എക്സ്ട്രീം കോൾഡ് ആൻഡ് ഫ്രഷ് എയർ. ഇരവികുളം നാഷണൽ പാർക്ക് ഈസ് സാങ്ച്വറി ഫോർ എൻഡാഞ്ചേർഡ് മൗണ്ടൻ ഗോഡ് നീലഗിരി ടാർ കേട്ടോ, വരയാടുന്ന നീലഗിരി ടാർ എന്ന് പറയണം. ഓക്കെ, അതാണ്. സുമമത യുരീദ് ബാബു സിയാറത്ത മൂന്നാർ, ബാബു മൂന്നാറിലേക്ക് പോകാൻ ഉദ്ദേശിക്കുകയാണ്. നുസാഇദുഹു അലൽ ഉസൂൽ ഇല മൂന്നാർ മിൻ തിരുവനന്തപുരം, തിരുവനന്തപുരത്ത് നിന്ന് എങ്ങനെയാണ് മൂന്നാറിലേക്ക് പോകാൻ നമുക്ക് പറയാം. ഹൽ യുംകിന്ന തൗലീഹു ത്വരീഖു സഫർ ഇല മൂന്നാർ, മൂന്നാറിലേക്ക് എന്താണ് വഴി, എങ്ങനെയാ യാത്രക്കുള്ള വഴി നമുക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുക. ഹുനാക്ക ത്വരീഖാന് ബിൽ ഹാഫില വ ബിൽ ഖിത്താർ. ബിൽ ഹാഫില ബസ്സിൽ പോകണമെങ്കിൽ, തൂജദ് റിഹദാത്തുൻ മുബാഷറ നേരിട്ട് എന്താണ് യാത്രയാണ്, മീൻ മഹത്തത്തി ഹാഫിലാത്ത് തിരുവനന്തപുരം, തിരുവനന്തപുരത്തും എന്താണ് ബസ് സ്റ്റേഷൻസ് നേരിട്ടുണ്ട് ഇല മൂന്നാർ. ഒരു റിഹലത്ത് തസ്തകരിക്കു ഹവാലൈ സിത്ത സാഅത്ത് 6 മണിക്കൂർ എടുക്കും അല്ലേ. നോക്കൂ, ദർ ആർ ഡയറക്ട് ട്രിപ്സ് ഫ്രം തിരുവനന്തപുരം ബസ് സ്റ്റേഷൻ ടു മൂന്നാർ. ഇനി അടുത്തതോ ബൈ ബിൽ ഖിത്താർ വൽ ഹാഫില, ബൈ ട്രെയിൻ ആൻഡ് ബസ്. ട്രെയിനിൽ പോകണമെങ്കിൽ തൂജദുൽ ഖിത്താർ മിൻ മഹത്തത്ത് തിരുവനന്തപുരം ഇല ആലുഫ, ആലുവയിലേക്ക് ഇറങ്ങണം. ഒരു റിഹലത്ത് തസ്തഖിറു ഹവാലി ഹംസ സാഗാത്ത് 6 മണിക്കൂർ എടുക്കും. പിന്നെ തൂജദ് ഹാഫിലത്തുൻ ഔ ടാക്സി, പിന്നെ ബസ് കിട്ടും ടാക്സി കിട്ടും, പിന്നെ ആലുവയിൽ നിന്ന് ഇല മൂന്നാർ.
വരഹലു തസ്തഖറു ഹവാലി സായത്തേൻ 2 മണിക്കൂർ എടുക്കും അവിടെ എത്താൻ വേണ്ടി. ഓക്കെ, ഇതാണ് ത്വരീഖ് സഫർ ഇലാ മൂന്നാർ. അങ്ങനെ കേരളത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇനി പറയാം. അപ്പം മൂന്നാറിന്റെ കഴിഞ്ഞു. സുമ സിയാഹത്തുൽ മിയാഹുൽ ഖൽഫിയ, ബാക്ക് വാട്ടേഴ്സ്, അത് സന്ദർശിക്കുക. അത് വിസിറ്റ് ചെയ്യുന്നത് മിൻ അഷ്ഹരി അൻവാഴ് സിയാഹ ഫി വിലായത്ത് കേരള. കേരളത്തിലെ ടൂറിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബാക്ക് വാട്ടർ ടൂറിസം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഹി ഇബാറത്തുൻ അൻ ഷബക്കത്തിൻ മിനൽ അൻഹാരി വൽ ഖനവാത് വൽ ബുഹൈറാത്ത്. ബാക്ക് വാട്ടർ ടൂറിസം എന്ന് പറഞ്ഞാൽ അതൊരു ഒരു പ്രയോഗമാണ്. അൻ ഷബക്ക, ഒരു നെറ്റ്വർക്കിനെ കുറിച്ച്. മിനൽ അൻഹാർ, പുഴകള്, നദികള്, വൽ ഖനവാത്ത്, ഖനവാത്ത് എന്ന് പറഞ്ഞാൽ ചാലുകൾ അല്ലെങ്കിൽ നീരുറവകൾ, കനാലുകൾ എന്ന് പറയാം കേട്ടോ. ഖനവാത്ത് വൽ ബുഹൈറാത്ത്, എന്താണ് നമ്മളെ കായലുകൾ. അല്ലത്തി തംതദ് ബൈനൽ ഖുറ, അത് എന്താണ് ഗ്രാമങ്ങൾക്കിടയിൽ നീണ്ടു കിടക്കുകയാണ്. വൽ ഹുക്കൂൽ, വയലുകൾ, അൽ ഖദറ, പച്ചപ്പ് നിറഞ്ഞ വയലുകൾക്കിടയിലൂടെയും ഗ്രാമങ്ങൾക്കിടയിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന കായലുകളുടെയും കനാലുകളുടെയും നദികളുടെയും ഒരു നെറ്റ്വർക്കാണ് സത്യത്തിൽ ബാക്ക് വാട്ടർ ടൂറിസം എന്ന് പറയുന്നത്. തഷ്തഹിറുൽ മിയാഹുൽ ഖൽഫിയ, ബാക്ക് വാട്ടേഴ്സ് പ്രസിദ്ധമാണ്. ബിർഹലാത്തിഹൽ ഹാദിഹ, അവിടെയുള്ള പീസ്ഫുൾ ജേണി. അബറൽ ഖനവാത്ത്, കനാലുകളിൽ കൂടെ, വൽ ബുഹൈറാത്ത്, അതുപോലെ കായലിലൂടെയും. ആലപ്പുഴ മഅറൂഫത്തും ബി ഇസ്മി ഫിനീഷ്യ അഷർ, കിഴക്കിന്റെ എന്താണ് ഫീനിക്സ് എന്നറിയപ്പെടുന്ന സ്ഥലമാണെന്ത് ആലപ്പുഴ എന്നുള്ളത്. കിഴക്കിന്റെ വെനീസ് കേട്ടോ എന്നാണ് അത് അറിയപ്പെടുന്നത്. മഅറൂഫത്തും ബി ഇസ്മി ഫിനീഷ്യ വെനീസ് അഷർ, കിഴക്കിന്റെ വെനീസ് എന്നാണ് ആലപ്പുഴ അറിയപ്പെടുന്നത്. ഇതിനു വേണ്ടി റിഹ്ലാത്തുൽ ബുഹൈരിയ, റിഹ്ലാത്തുൽ ബുഹൈരിയ, അതെന്താണ് ജലയാത്രകൾ നടത്തും. ഇതിൽ ഫിഹാബിൽ ഖവാരിബിൽ മൻസിലിയ, ഇതിൽ ഹൗസ് ബോട്ടുകളിലൂടെ ജലയാത്രകൾ നടത്തുന്നതുകൊണ്ട് എന്താണ് ആലപ്പുഴ എന്താ അറിയപ്പെടുന്നത് കിഴക്കിന്റെ വെനീസ് എന്ന പേരിലും അറിയപ്പെടുന്നു. യസൂർ സുയ്യാഹാദിഹിൽ മനാത്തിഖ്, ഈ പ്രദേശങ്ങൾ ആര് സന്ദർശിക്കും? നമ്മുടെ ടൂറിസ്റ്റ് സന്ദർശിക്കും. ലുക്കൂബിൽ ഖവാരിബ്, ഇതിനു വേണ്ടിയ ബോട്ടിൽ കയറാൻ. അത്തഖലീദിയ, പാരമ്പര്യ, അതായത് ട്രഡീഷണൽ ബോട്ട്സ്. വൽ ഇസ്തിംത, ആസ്വദിക്കാൻ. ബിൽ മനാലിർ തബിഇയ, നാച്ചുറൽ വ്യൂസ്. അൽ ഹാദിയ, പീസ്ഫുൾ. തുംകിനു ഹാദിഹി റിഹലാത്ത്, ഈ യാത്രയിലൂടെ സാധിക്കും. ലിസ്സായിർ, ആര് വിസിറ്ററിന്, സന്ദർശിക്കുന്ന ആളുകൾക്ക്. അത്താറുഫ് അല ഹയാത്തി സുക്കാൻ, അവിടുത്തെ ജനങ്ങളുടെ ജീവിതശൈലി മനസ്സിലാക്കാൻ. അൽ മഹൽ, പ്രദേശവാസികളായ ആളുകളുടെ ജീവിതശൈലി മനസ്സിലാക്കാൻ പറ്റും. വ ആദാത്തിഹിമുൽ യൗമിയ, അവരുടെ ഡെയിലി റൂട്ടീൻ, ഡെയിലി എന്താണ് ജീവിത രീതികൾ. വ തുഷിഉറു ബിർറാഹ, അതുപോലെ എന്ത് കേൾക്കും, നല്ല കംഫർട്ട് കൊടുക്കും. വൽ ഇസ്തിർഖ, റിലാക്സേഷൻ കിട്ടും. മിമ്മ യജ്അലു കേരള, ഇതൊക്കെ കേരളത്തെ ആക്കി വിജ്ഹത്തൻ മുതമയ്യിസ, ഒരു പ്രത്യേകമായ ഡെസ്റ്റിനേഷൻ. ലി മുഹിബ്ബി ത്വബിയ, പ്രകൃതി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കേട്ടോ. ഇങ്ങനെ പറയാം. നോക്കൂ, the backwaters are famous for their calm journeys through the canals and lakes. Alappuzha is known as the Venice of the East for the water journey in with houseboat കൂടെ പോകുന്ന അല്ലേ, ട്രഡീഷണൽ ബോട്ട് എന്നൊക്കെ പറയുന്നത്. ട്രിപ്സ് ആർ എനേബിൾ ടു വിസിറ്റർ ടു ഗെറ്റ് നോ ദ ലൈഫ് ഓഫ് ലോക്കൽ റെസിഡൻസ് ആൻഡ് ദെയർ ഹാബിറ്റ്സ്. മനസ്സിലായല്ലോ. ഇനി അടുത്ത് നമുക്ക് നോക്കാം എന്താണ് ഇവിടെ. നഖ്റ ഉൽ ബയാൻ അൽ ആത്തി വനുഇദ് മിസ്ലഹു അനിൽ വിജ്ഹാത്ത് സിയാഹിയ ഫി എറണാകുളം. ഇവിടെ എന്താണ് തിരുവനന്തപുരത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനെ കുറിച്ചൊരു പാരഗ്രാഫ് ഉണ്ട്. നമുക്കത് എറണാകുളത്തെ ആക്കി മാറ്റണം. വിജ്ഹാത്തിൻ സിയാഹിയ ഫി മദീനത്തി തിരുവനന്തപുരം, തിരുവനന്തപുരത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ്. തിരുവനന്തപുരം ഹി ആസിമത്ത് വിലായത്ത് കേരള, കേരളം എന്താണ് കേരളത്തിന്റെ തലസ്ഥാനമാണ് എന്ത് തിരുവനന്തപുരം. അപ്പൊ നമ്മൾ എറണാകുളത്തിന്റെ കാര്യത്തിൽ എന്ത് പറയും? എറണാകുളം എന്താണ് കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനമാണ് അല്ലേ. ആസിമത്തു തിജാറ എന്ന് പറയാം. എറണാകുളം ഹിയ ആസിമത്തു തിജാറ
തിജാറത്തി വിലായത്തി കേരള. കേരളത്തിൻ്റെ എന്താ പറയുക വ്യാവസായിക തലസ്ഥാനമാണ് എറണാകുളം എന്ന് ഈ സെൻറ്റൻസ് കൊടുക്കാം. തുഅദ്ദു മിൻ അജ്മലു മുദനിഹ, ഇതൊക്കെ അതുപോലെ ചേർക്കാം. അതിൻ്റെ പട്ടണങ്ങളിൽ ഏറ്റവും ഭംഗിയുള്ളതായിട്ട് ഇതിനെ എണ്ണുന്നു, ഏത് തിരുവനന്തപുരത്തിനെ. ലിമാ യതമയ്യസു, അത് എന്താണ് വ്യതിരിക്തമാണ്. എന്തുകൊണ്ട്? ബി ത്വബിയത്തിൻ ഖളറ, പച്ചപ്പ് നിറഞ്ഞ എന്തുകൊണ്ട് പ്രകൃതി. വ ഷവാത്തി ജമീല, മനോഹരമായ ബീച്ചുകൾ. മിസില കോഫളം, കോവളം പോലെ. വ ശംഖുമുഖം, ശംഖുമുഖം പോലെ. ഇപ്പം ഇതുപോലെ എറണാകുളത്തിനുണ്ടല്ലോ. എറണാകുളത്തിൽ ഏതാ മിസില, ഏതാ സ്ഥലം? ഇവിടെ കോവളത്തിൻ്റെ അവിടെ നമുക്ക് വൈപ്പിൻ എന്ന് വെക്കാം. വൈപ്പിൻ, വ കൊച്ചിൻ എന്നൊക്കെ പറയാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. തളുമുഹാദിഹിൽ മദീന, ഈ നാട്ടിലുണ്ട്, ഈ പട്ടണം ഉൾക്കൊള്ളുന്നു മആബിദ താരിഖിയ, ഹിസ്റ്റോറിക്കൽ എന്താണ് ഹിസ്റ്റോറിക്കൽ മആബിദ്സ്. മആബിദ് എന്ന് പറഞ്ഞാൽ ആരാധനാലയങ്ങൾ. മിസല മഅബദു പത്മനാഭസ്വാമി, പത്മനാഭസ്വാമി ക്ഷേത്രം കേട്ടോ. കമാ തജിദ് ഫിഹ ജാമിയാത്ത്, അവിടെ നിന്നുണ്ട് യൂണിവേഴ്സിറ്റികളുണ്ട്. വ മുസ്തഷ്ഫയാത്ത്, ആശുപത്രികൾ. വ മറാക്കിസ് ഇൽമിയ, എന്താണ് വൈജ്ഞാനിക കേന്ദ്രങ്ങൾ. അത്താരിഖിയ, ഹിസ്റ്റോറിക്കൽ വൈജ്ഞാനിക കേന്ദ്രങ്ങൾ. വ മഹല്ലാത്തുൻ തിജാരിയ, എന്താണ് നമ്മളെ എന്താണ് കച്ചവട സ്ഥാപനങ്ങൾ. വ മബ്ന മജ്ലിസുൻ നുവാബ്, അതുപോലെ നമ്മുടെ ഏത് നിയമസഭ, മബ്ന മജ്ലിസുൻ നുവാബ്, നിയമസഭാ മന്ദിരം. തോറഫ് തിരുവനന്തപുരം, തിരുവനന്തപുരം പ്രസിദ്ധമാണ്, അറിയപ്പെടുന്നു. ബി അന്നഹ മദീനത്തുൻ ഹാദിയ, അതൊരു പീസ്ഫുൾ സിറ്റിയാണ്. വ ജമീല, മനോഹരമാണ്. തജ്മഉ ബൈന തുറാസിൽ ഖദീം, അതെന്തൊക്കെ ഉൾക്കൊള്ളുന്നു? തുറാസിൽ ഖദീം, ഖദീം എന്ന് പറഞ്ഞാൽ പഴയ പൈതൃകവും. വ തതവുറുൽ ഹദീസ്, പുതിയ വികസനവും ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ്. വഹിയ വിജ്ഹത്തുൻ മുഫദ്ദല ലിസ്സുയ്യാഹ്, ആർക്കൊക്കെ? വിജ്ഹത്തുൻ മുഫദ്ദൽ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഡെസ്റ്റിനേഷനാണ്. ലിസ്സുയ്യാഹ്, ടൂറിസ്റ്റുകളുടെ. മിൻ ദാഖിലിൽ ഹിന്ദ്, ഇന്ത്യക്കകത്തും. വ ഖാരിജിഹ, അതിൻ്റെ പുറത്തും. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഇനി എറണാകുളത്തിൻ്റെ ആക്കാം? നോക്കൂ, എറണാകുളം ഹിയൽ ആസിമത്ത് തിജാരിയ ലി വിലായത്ത് കേരള. തുഅദ്ദു മിൻ അജ്മലുൽ മുദലിമ തതമയ്യസ് ബിഹി മിൻ ഷവാത്തി ജമീല മിഷില ഷാത്തി. ഫോർട്ട് കൊച്ചി, ഫോർട്ട് കൊച്ചി ഉണ്ട്. പിന്നെ ഷാത്തി വൈപ്പിൻ എന്നൊക്കെ പറയാം കേട്ടോ. തളുമു ഹാദിഹിൽ മദീന അമാക്കിന താരിഖിയ മിസ്ല ഖസ്റു, എന്താണ് ഖസ്റു മട്ടാഞ്ചേരി. മട്ടാഞ്ചേരിയില്ലേ, മട്ടാഞ്ചേരി അതല്ല, ശരിക്കും ഹിൽ പാലസ് ആണ് അവിടെയുള്ളത് അല്ലേ. ഖസ്റു ഹിൽ പാലസ് എന്ന് പറയാം, ഇത് പറയാം. കമാ തജിദ് ഫിഹ മറാക്കിസു തസവുഖ്, ഷോപ്പിംഗ് പ്ലേസുകൾ. ലഹ്മ, വലിയ, അതായത് ഇപ്പോൾ മിസ്ല എന്താണ് മറാക്കിസ്, അല്ലെങ്കിൽ എന്താണ് ലുലു അല്ലേ, ലുലു മാൾ ലുലു എന്ന് പറയാം. അപ്പോൾ മുസ്തഷ്ഫയാത്തും മുത്തത്തവ്വിറ, ആധുനിക ആശുപത്രികൾ. തൊഴറഫ് എറണാകുളം, എറണാകുളം പ്രസിദ്ധമാണ്. ബി അന്നഹ മദീനത്തുൻ നാബില ബിൽ ഹയാത്സ്, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. തജ്മഉ ബൈന തുറാസ്, പൈതൃകം. വ തതവുറുൽ ഹദീസ്, പുതിയ വികസനവും. അപ്പോൾ ഇതേപോലെ ഇതൊരു മോഡലാണ്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്ത് നിങ്ങൾക്ക് ഭംഗിയാക്കാവുന്നതാണ് കേട്ടോ. സുമ്മമാത നുലാഹിൽ അൽ മത്വിയത്ത് സിയാഹിയ, ഹുനാക മത്വിയ സിയാഹിയ. മാഹിയ അൽ മത്വിയ, ബ്രോഷർ എന്ന് പറയുന്നത്. ബ്രോഷർ കണ്ടില്ല, ഓരോ പരിപാടികളൊക്കെ ഇത് നടത്തുമ്പോൾ അതിൻ്റെ ബ്രോഷർ. ഇവിടെ ഒരു ബ്രോഷർ ഉണ്ട്. വനുലമ്മിം മിസ്ലഹ ലി മുഖാത്തകത്തി വയനാട്, ഇത് മൂന്നാറിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ബ്രോഷറാണ്. ഇത് എന്ത് ചെയ്യണം? വയനാടിന് വേണ്ടി നിങ്ങൾ തയ്യാറാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കേരള എന്താണ് കേരള ഹോളിഡേയ്സ്, കേരള ഹോളിഡേയ്സ് മൂന്നാർ. കേരള ഹോളിഡേയ്സ് അതിൻ്റെ പേരാണ്, ടൂറിസ്റ്റ് കമ്പനിയുടെ. അപ്പം മൂന്നാർ ബർനാമജ് ക്യാമിൽ, കംപ്ലീറ്റ് പ്ലാൻ, കംപ്ലീറ്റ് എന്താണ് ബർനാമജ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം, അല്ലെങ്കിൽ എന്താ പറയുക പാക്കേജ് എന്നൊക്കെ പറയില്ല, അതാണ് ബർനാമജ്. റിഹലത്തുൽ ജമാഇയ അൽ ഫർദിയ, ഗ്രൂപ്പ് പാക്കേജും ഉണ്ട്, ഇൻഡിവിജ്വൽ പാക്കേജും ഉണ്ട്. ലൈല വാഹിദ, എന്താണ് വൺ ഡേ. തസ്തമിലു അൽ ബർനാമജ്, എന്താണ് പാക്കേജ് എന്തൊക്കെ കൊള്ളും? യുക്കാമത്തു ലൈലത്തിൻ വാഹിദ ഫി മൂന്നാർ, മൂന്നാറിൽ ഒരു ദിവസത്തെ എന്താണ് താമസം. തജ്രിബത്തു ഹഫ്ലത്തുനാർ, അതായത് നമ്മളെ തജ്രിബത്ത് ഹഫ്ല എന്ന് പറഞ്ഞാൽ ക്യാമ്പ് ഫയർ. തജ്രിബത്തു ക്യാമ്പ് ഫയർ. ജമീഉൽ വജബാത്ത്, ഓൾ ഫുഡ്.
ക്യാമ്പ് ഫയർ എക്സ്പീരിയൻസ്, ഓൾ മീൽ സഫാരി ടൂർ, ജൗലത്തു സഫാരി. അസ്സെയറുൽ അസ്ലി എന്താണ്? ഒറിജിനൽ പ്രൈസ് എത്രയാണ്? പ്രൈസ് 1900 റൂബിയ ഹിന്ദിയ. അസ്സെയറുൽ ഹാലി ഫഖത്ത് ഇപ്പോൾ 1800 രൂപ മാത്രം. അർലുൻ ലി ഫത്രത്തിൻ മഹ്ദൂദ, നിശ്ചിത എന്താണ് സമയത്തേക്കുള്ളൊരു ഓഫർ എന്നാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാ, ലിമിറ്റഡ് ടൈം ഓഫർ, ലിമിറ്റഡ് സീറ്റ്സ്. അതിൻ്റെ അറബിയാണ്. എഹിജസിൽ ആൻ മാ അക്ബർ ഷരിക്കത്തിൻ സിയാഹിയ ഫി കേരള. കേരളത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് എന്താണ് കമ്പനിയുമായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യാം. കണ്ടോ? ബുക്ക് നൗ വിത്ത് ദ ലാർജസ്റ്റ് ടൂറിസ്റ്റ് കമ്പനി ഇൻ കേരള. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്താക്കണം? ലിത്തവാസിൽ ഫോർ കോണ്ടാക്ട് എന്താണ് മൊബൈൽ നമ്പർ കൊടുക്കണം. എങ്ങനെ കൊടുക്കാം? ഇതിൽ നമുക്ക് ഈ വാക്കുകളിനെ മാറ്റി കൊടുത്താൽ മതി. കേരള ഹോളിഡേയ്സ് വേണമെങ്കിൽ എന്ത് വയ്ക്കാം? വേറൊരു പേര് കൊടുക്കാം. ഡാഷ് ഹോളിഡേയ്സ് ഒരു പേര് കൊടുത്തിട്ട് ഇവിടെ മൂന്നാറിൻ്റെ സ്ഥലത്ത് വയനാട് എന്ന് കൊടുക്കണം, കേരള. പിന്നെ മൂന്നാർ ബർനാമജ് ക്യാമിൽ, ഇവിടെ വയനാട് ബർനാമജ് ക്യാമിൽ എന്നാകും അല്ലേ? അവിടെ നോക്കൂ, കേരള ഹോളിഡേയ്സ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ബർനാമജ് ഷാമിൽ. ബർനാമജ് റിഹ്ലത്തുൽ ജമാഇയ അൽ ഫർദിയ ലൈല വാഹിദ യഷ്മുലുൽ ബർനാമജ് ഇക്കാമത്ത് ലൈലത്തുൻ വാഹിദ ഫി വയനാട് തജ്രിബത്ത് ഹഫ്ലത്തിനാർ ജമിഉൽ വജബ ജൗലത്ത് സഫാരി. ഇത് സെയിം തന്നെയാണ്, നമ്മൾ വയനാട് മാത്രം മാറ്റി കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കിത് എഴുതാവുന്നതാണ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത്. പക്ഷേ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങളിലേക്ക് വരാം. അപ്പോൾ വീണ്ടും കാണാം മക്കളെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.